സുന്ദരമായിരിക്കുന്നു മാസ്റ്റർ. ഓ, പിന്നെ അരങ്ങേറ്റം വെക്കാം. അതെല്ലാം നാളെ ആലോചിക്കാം. അപ്പൊ മാസ്റ്റർ ഇറങ്ങല്ലേ? അതെ, ഞങ്ങൾ ഇറങ്ങാം. വാ മോളെ. ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. മൃദുല തളർന്നുപോയി. ഞാൻ അവിടെ അങ്ങ് ഇരുന്നേ ഉള്ളൂ. വാരിയെടുത്ത് തെരുതെരെ ഉമ്മ വെക്കാൻ തോന്നി. ഏതായാലും ഞാൻ ഭാഗ്യവാൻ തന്നെ. ഭാഗ്യം എന്റേതല്ലേ. അങ്ങേപ്പോലുള്ള ഒരാളിനെ എന്നെ സ്വീകരിക്കാൻ തോന്നിയത് എന്റെ ഭാഗ്യമല്ലേ? അല്ലെങ്കിൽ അന്ന് ആ പുഴയിൽ ഞാൻ മരിക്കുമായിരുന്നില്ലേ? ഇതുപോലൊരു സുന്ദരിയെ കണ്ടാൽ ഏത് ദേവേന്ദ്രനാണ് രക്ഷിക്കാത്തത്? അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ കഴുത്തിൽ അങ്ങേക്ക് താലി കെട്ടാൻ തോന്നിയത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. എനിക്ക് എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം. ഈ ശരീരം അങ്ങയോടതാണ്. രണ്ടും ഒന്നായി ഒന്നായി ചേരണം. ആരാണ് നോക്ക? കടക്കാർ വല്ലവരുമാണെങ്കിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞത്. സ്ത്രീകളാണ് അല്ലേ? വീട് തെറ്റിപ്പോയതായിരിക്കും. 11 നമ്പർ വീട് ഇതല്ലേ? അതെ. നിങ്ങൾ ആരാണ്? എന്ത് വേണം? ഞാൻ ആരാണെന്നോ? ഞാനാരാ? നിനക്കെന്താ? നീ ആരാണ്? നിനക്ക് വീട്ടിൽ എന്ത് കാര്യം? ഇതെന്റെ ഭർത്താവിന്റെ വീടാണ്. ഭർത്താവ് എവിടെ? തെണ്ടി. എന്ത് വിളിച്ചു? തെണ്ടിന്ന്. നിങ്ങൾ എന്ത് വിളിച്ചു? ആരാണ് അങ്ങനെ വിളിച്ചത്? ആണുങ്ങൾ ആരില്ലെന്ന് വിചാരിച്ച് എന്ത് പറയാമെന്നോ? ഇറങ്ങണം മിസ്റ്റർ വെളിയിൽ. ഇറങ്ങാമെന്ന് പറഞ്ഞു. കിടന്ന് ചാടാതെ പെണ്ണെ. സത്യം പറയാൻ എവിടെ നിന്ന്? അച്ഛൻ അച്ഛൻ ഇപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ മരിച്ചു വന്ന് കഴിഞ്ഞോടാ. ഒരു വാക്ക് പറയാതെ അതിക്രമം നീ ചെയ്തല്ലോ. അച്ഛൻ ഇരിക്കണം, ഞാൻ എല്ലാം പറയാം. മൃദുലെ പോയി അച്ഛനെ കാപ്പി കൊണ്ടു. വെറും കാപ്പി പോരാടാ, ഇത്തിരി വിഷം കിടക്കാൻ വിഷം. എടാ, നിന്റെ അമ്മ മരിച്ചിട്ട് ഞാൻ 2ാം കല്യാണം കഴിച്ചില്ല. പല കള്ളങ്ങൾ പറഞ്ഞു, പല കളവുകൾ ചെയ്തു. ഇതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയാണോടാ. എല്ലാം ആറ്റിക്കൊണ്ട് കൈ കളഞ്ഞല്ലോടാ. സമാധാനപ്പെടണം. ഞാൻ പറയട്ടെ. സമാധാനം? കാട്ടുതീ കത്തിച്ച് വെച്ചിട്ട് സമാധാനിക്കാൻ? എടാ, ആ കർത്താവത്യത്തിന്റെ ഏക മകളെ നിനക്ക് നിശ്ചയിച്ചിട്ടല്ലേടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനിടയിൽ ഈ കുടിഞ്ചത് ചെയ്തല്ലോടാ. എല്ലാം തകർത്തല്ലോടാ. ഒന്നും തകരില്ല അച്ഛ. അച്ഛന്റെ ഏത് പ്രവൃത്തിക്കും ഈ മകൻ കൂടെ ഉണ്ടായിരിക്കും. ഇനി എങ്ങനെ? അച്ഛൻ വിശ്വസിക്കണം. ഈ കല്യാണം ഒരു കളിപ്പീരാണ് അച്ഛ. ജയശങ്കർ എന്ന പേരിലാണ് ഞാനിവിടെ അറിയപ്പെടുന്നത്. കല്യാണം കഴിച്ചെന്ന് പറയുന്നതും ശരിയല്ല. അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയത് ഉപേക്ഷിക്കാം. ധാരാളം ഉപേക്ഷിക്കാം. നമുക്ക് പോകണം. ഇപ്പൊ പോകാൻ പാടില്ല. ഊണ് കഴിഞ്ഞിട്ട് പോകാം. ഊണ് അപ്പോ അവക്കും സംശയം തോന്നാതിരിക്കും. ബുദ്ധി, നീ എന്റെ മകൻ തന്നെ. മോളെ, പിന്നെ മോളെ, ഊണ് വേഗം കാലാക്കണം. വേഗം വേണം. അമ്മാവന് എന്ത് കൂട്ടാനാ ഇഷ്ടം? മോള് വെക്കണം. എല്ലാം എനിക്കിഷ്ടമാണ്. പിന്നെ അച്ഛന് എരിവ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ശ്രീകണ്ഠ വിശ്വനും സഹായിച്ച് എനിക്ക് എരിവ് കുറച്ച് കൂടുതലാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ
എന്നെ മാത്രം കണ്ടില്ലല്ലോ നീ